പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഹൈറേഞ്ചിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചടിയെന്ന് പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ മുൻപ് ഓട്ടോറിക്ഷകളെ ആശ്രയിച്ചിരുന്ന നിരവധി യാത്രക്കാർ ഇപ്പോൾ ബസ് യാത്രയിലേക്ക് മാറിയെന്നാണ് തൊഴിലാളികളുടെ വിലയിരുത്തൽ. ഓട്ടോറിക്ഷകളിലെ സ്ഥിരം യാത്രക്കാരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായിരുന്നുവെന്നും സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നും തൊഴിലാളികൾ പറയുന്നു. ഇതുമൂലം ദിവസവരുമാനത്തിൽ വലിയ ഇടിവുണ്ടായതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധനവില വർധനയും വാഹന പരിപാലന ചെലവുകളും ഉയർന്നതിനിടെയാണ് വരുമാനക്കുറവ് നേരിടേണ്ടി വരുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത് സ്വാഗതാർഹമാണെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം ഓട്ടോറിക്ഷ മേഖലയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പ്രത്യേക സഹായ പദ്ധതികളോ ക്ഷേമ നടപടികളോ സർക്കാർ പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കാരണം ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നവർ KSRTCയിൽ ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ല കാര്യമാണ്, നമ്മളതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവേ ഈ സ്ത്രീകളാണ് പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതി സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിൽ വലിയ ആശ്വാസമായപ്പോൾ മറുവശത്ത് ഓട്ടോറിക്ഷ മേഖലയിലെ വരുമാനത്തെ ബാധിക്കുന്നുവെന്ന ആശങ്കയും തൊഴിലാളികൾക്കിടയിൽ ശക്തമാവുകയാണ്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ. ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. നിർഗുണം ചേട്ടാ, അയ്യോ, പേടിപ്പിച്ച് കളഞ്ഞിടാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടന് എന്നെ കാണിക്കുമായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.